എൻ്റേതായ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് എനിക്കുണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഡീൽ ചെയ്തു. എൻ്റെ വിസിബിലിറ്റി കുറച്ച് പ്രശ്നമാണ്. വെട്ടം കുറഞ്ഞാൽ വിസിബിലിറ്റി കുറച്ച് പ്രശ്നം. അപ്പോൾ അതിലൊരു ഗ്രീൻ ലൈൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. ഇപ്പോഴും ഉണ്ടത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഫോണിൻ്റെ ഇതിലൊരു ഗ്രീൻ ലൈൻ ഇങ്ങനെ കാണാം. ഹായ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ ഒരു വെർഷൻ ഞാൻ നിങ്ങളോട് പറയാം. അമ്മ ആശുപത്രി കിടന്നപ്പോൾ എന്തായിരുന്നു എൻ്റെ ഒരു മാനസികാവസ്ഥ, എങ്ങനെയൊക്കെയാണ് ഞാൻ അതിനെ സർവൈവ് ചെയ്തതെന്നുള്ളത്. നമ്മുടെ അടുത്ത് അമ്മച്ചി കിടന്ന ആശുപത്രി തന്നെയാണ് അമ്മ കിടന്നത്. അപ്പോൾ അമ്മ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞ് ആദ്യം ഒന്ന് അഡ്മിറ്റ് ആയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ആ ഹോസ്പിറ്റലിലെ സ്ട്രക്ചർ മാറിപ്പോയി. അത് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് പോയതുപോലൊന്നും ആയിരുന്നില്ല. അതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി മാറിപ്പോയി. പുതിയ ബിൽഡിങ്ങുകൾ വന്നു, പുതിയ സ്ഥലങ്ങളിലേക്ക് പല കാര്യങ്ങളും മാറ്റപ്പെട്ടു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് എനിക്കുണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഡീൽ ചെയ്തു. കാരണം അമ്മച്ചിമാരുണ്ട്, അതായത് അമ്മയുടെ അമ്മയുടെ അനിയത്തി, രണ്ടുപേരും നിങ്ങൾ പലപ്പോഴും വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഈ ദിവസങ്ങൾ കാണാനും പോകുന്നുണ്ട്. അപ്പോൾ അവരുണ്ടായിരുന്നെങ്കിലും അവർക്കങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. പ്രായമായ ആൾക്കാരല്ലേ, അവർക്ക് അമ്മയുടെ കൂടെ ഇരിക്കാനും അമ്മേനെ സപ്പോർട്ട് ചെയ്യാനും പറ്റുമെങ്കിലും എല്ലായ്പ്പോഴും എൻ്റെ കൂടെ എൻ്റെ ഒപ്പം ഓടിയെത്താൻ അവർക്ക് പറ്റില്ല. അപ്പോൾ മിക്കവാറും കാര്യങ്ങൾക്ക് ഞാൻ തന്നെയാണ് എല്ലാത്തിനും ഒറ്റയ്ക്ക് പോവാറ്. ക്യാൻറ്റീനിൽ പോകുന്നത്, ഭക്ഷണം വാങ്ങുന്നത്, അങ്ങനെയെല്ലാം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഒരു അമ്മാന്തിപ്പായിരുന്നു. ഇതിപ്പോൾ ഒറ്റയ്ക്ക് ഇത് എങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഓടിയിട്ട് എത്തുന്നില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു സങ്കടക്കുള്ളിൽ വന്നെങ്കിലും എന്തോ എവിടെ ഒരു ബലം, കാരണം ഞാനേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ ഈ പരിമിതി തോപ്പിച്ചുകൊണ്ട് എങ്ങനെയായാലും നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ളൊരു പുഷ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഡോക്ടേഴ്സിനെ കാണാനായാലും ഡോക്ടേഴ്സിനോട് സംസാരിക്കാനായാലും അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ പോയിട്ട് ഓരോന്ന് വാങ്ങാനായാലും ഒക്കെ ഞാൻ പോയി. അപ്പം എനിക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി വെട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിസിബിലിറ്റി കുറച്ച് പ്രശ്നമാണ്. വെട്ടം കുറഞ്ഞാൽ വിസിബിലിറ്റി കുറച്ച് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അമ്മയ്ക്ക് ട്രാക്ഷൻ ഇട്ട് ഒരു ദിവസം ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ ചേട്ടന്മാരും അവരുടെ ഭാര്യമാരൊക്കെ വന്ന് അവർ നിന്നായിരുന്നു. പിന്നെ ഞാനും അമ്മച്ചിയും മോസിയായിട്ട് നിന്നു. ട്രാക്ഷൻ ഇട്ട ഒരു സെക്കൻഡ് ഡേ. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഈ ഭയങ്കര പരവേശമാണ്. ഈ സ്റ്റിറോയിഡ്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര പരവേശം. ഒന്ന് ഓംപ്ലേറ്റ് മേടിക്കണമെന്ന് പറഞ്ഞ് ഓംപ്ലേറ്റ് മേടിക്കാൻ വേണ്ടി താഴെ പോയി. അപ്പോൾ അത് സ്റ്റെപ്പ് ഉണ്ട്, ഞാൻ പക്ഷെ കണ്ടില്ല. പെട്ടെന്ന് എൻ്റെ കാല് പോയി. ഫോൺ കയ്യിലുണ്ടായിരുന്നു, ഫോണും കയ്യിൽ നിന്ന് പോയി. അതെടുത്തപ്പോൾ അതിലൊരു ഗ്രീൻ ലൈൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. ഇപ്പോഴും ഉണ്ടത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഫോണിൻ്റെ ഇതിലൊരു ഗ്രീൻ ലൈൻ ഇങ്ങനെ കാണാം. അതിപ്പം ഒന്നെന്നുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് രണ്ടെണ്ണമായിട്ടുണ്ട്. എൻ്റെ ഫോണിൽ വരല്ലേ എന്ന് പറഞ്ഞ് ഇരുന്നൊരു സാധനമായിരുന്നു ഗ്രീൻ ലൈൻ. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി വന്നു. എനിവേ അത് വിട്ടേക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്താണ്, ഇവർ ഈ പറഞ്ഞ സർജറിക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സർജറി ചെയ്താൽ പറ്റത്തില്ല. പിന്നെ ഞാനാണെങ്കിൽ എനിക്കറിയത്തില്ല എങ്ങനെ ഇത് ഡീൽ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ മാക്സിമം എൻ്റെ ഇത് പറയുന്നുണ്ട്, സർജറിയുടെ ആവശ്യമൊന്നുമില്ല, ഇവരൊക്കെ വെറുതെ പറയുന്നൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമ്മയ്ക്കും ടെൻഷൻ, അമ്മച്ചിമാർക്കും ടെൻഷൻ, എനിക്കും ടെൻഷൻ. കാരണം ഇവർ വന്നിട്ട് ഈ നമ്മളെ ഓരോ ബോഡി, ഇപ്പം ഞാൻ മുഖം ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ, ക്യാമറ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിച്ചേക്കുന്നുണ്ട്. നടുവിൻ്റെ ഓരോ ഭാഗത്ത് ഇങ്ങനെ വന്ന് തൊട്ടിട്ട് ഇവിടെ സെൻസേഷൻ ഇല്ല, ഇവിടെ സെൻസേഷൻ വേണ്ടതാണ്, അപ്പോൾ സർജറി വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പുഷ് ചെയ്യണം. ഒരു ന്യൂറോളജിസ്റ്റ് ഉണ്ട്, അവർ ഭയങ്കരമായിട്ട് നമ്മളെ പുഷ് ചെയ്യണം. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അത് ഇങ്ങനെ പോയാൽ പറ്റില്ല, കാരണം ഇവരിങ്ങനെ സർജറി തന്നെ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അച്ഛൻ വരാതെ കാര്യം നടക്കില്ല, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചു. അപ്പോൾ അവിടുത്തെ ജോലി സാഹചര്യങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും എങ്ങനെയൊക്കെയോ അവരോട് എല്ലാവരോടും പറഞ്ഞിട്ട് അച്ഛൻ വന്നു.
അച്ഛൻ വന്നു കഴിഞ്ഞ് പിന്നെ ഞാനും അച്ഛനും കൂടെ ആസ്റ്റർ മെഡിസിറ്റിയിലും രാജഗിരിയിലൊക്കെ പോയപ്പോഴത്തേക്ക് നമുക്കൊരു സമാധാനമായി. കാരണം സർജറി എന്നുള്ളതൊരു ഫസ്റ്റ് ഓപ്ഷൻ അല്ല, അത് ചിലപ്പോഴേ ചെയ്യേണ്ടി വരുള്ളൂ. ഇനി ചെയ്യേണ്ട വന്നാലും ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ എനിക്കും അച്ഛനും ഇല്ല. കാരണം സർജറി ചെയ്ത് പണി കിട്ടിയ ഒരാളാണ് ഞാൻ. എൻ്റെ ഈ ഒരു കണ്ണ് സർജറി ചെയ്ത് പണി കിട്ടിയതാണ്. അതിപ്പം നല്ലത് വിചാരിച്ച് നമ്മൾ ചെയ്തതാണ്, പക്ഷെ പണി കിട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് സർജറി എന്നുള്ള ഓപ്ഷൻ തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ചെയ്യൂ എന്നുള്ളത് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരുന്നു ഓൾറെഡി. അപ്പോൾ എന്തായാലും ഞാനും അച്ഛനും കൂടെ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലൊക്കെ പോയി അന്വേഷിച്ച് പിന്നെ അമ്മേനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ 2 ആഴ്ച ട്രാക്ഷൻ ഇട്ട് വീട്ടിൽ കിടന്നു. അതിൻ്റെ ഫോട്ടോയാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. ട്രാക്ഷൻ ഇട്ട് വീട്ടിൽ കിടന്ന് പിന്നെ അമ്മേനെയും കൊണ്ട് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി. രാജഗിരി ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ഒരു ഡോക്ടർ മനോജ് നാരായണൻ, അദ്ദേഹത്തിനെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു നമുക്കിത് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു നർവ് റൂട്ട് എന്നൊരു ഇഞ്ചക്ഷനുണ്ട്, എൻ്റെ പേര് ഞാൻ കറക്റ്റ് മറന്നുപോയി, അത് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തതിന് ശേഷമാണ് അമ്മ ഇപ്പോൾ കുറേ റിക്കവർ ആയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒറ്റ മോനായി നിൽക്കുന്നൊരു സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനൊരു പരിമിതിയും കൂടെ ഉള്ളപ്പം ഭയങ്കര ഹാർഡാണ് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിൽ ഒറ്റയ്ക്ക് പെട്ടുപോയിട്ടുണ്ടാവാം, പരിമിതിയിൽ നിന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാവാം. പക്ഷെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു പുഷ് ഇങ്ങനെ വരും. ഇതിപ്പം ഒറ്റ ഒരാൾ ഇങ്ങനെ നിൽക്കുമെന്ന് വിചാരിച്ചോ, ഈ ഒരാൾക്ക് ഇത് പുഷ് ചെയ്തേ പറ്റുള്ളൂ, ഈ ഒരാൾക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് മുമ്പോട്ട് കയറിയേ പറ്റുള്ളൂ. ആ പുഷാണ് എന്നെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഇൻഷുറൻസിൽ പോയി സംസാരിച്ചു, ഡോക്ടർമാരോട് പോയി സംസാരിച്ചു, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ പോയി. അപ്പോൾ എനിക്കൊരു ഉൾഭയമുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ ഉൾഭയത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് പിന്നെ എനിക്ക് വെൽക്കെയർ കാണാപ്പാടായി. അച്ഛൻ വന്നിട്ട് കാര്യമായിട്ടും അച്ഛൻ അവിടെയുള്ള പല സ്ഥലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. പിന്നെ അച്ഛനെ കൊണ്ട് പോകുന്നത് ഞാനായിരുന്നു. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അവിടെയല്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കൊണ്ട് പോകുന്നത് ഞാനായിരുന്നു. കാരണം എനിക്ക് ഒരു സ്ഥലത്ത് ഒരു ഓപ്പറേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ കാണാപ്പാടാണ്. പിന്നെ കണ്ണടച്ചാലും ഞാനവിടെ പോകും. അങ്ങനെ എന്തായാലും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഇപ്പം എഴുന്നേറ്റ് നടക്കാനും ഫിസിയോതെറാപ്പിയിൽ കൂടെ കുറേയൊക്കെ ശരിയാവാനും കാരണമായി. ഇനിയിപ്പോൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അതോടുകൂടി ഓക്കെ ആവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യണം. നമ്മളെന്താ പ്രശ്നം, ഒരു കൺസിസ്റ്റൻസി ഏതൊരു കാര്യത്തിലും നമ്മുടെ കൺസിസ്റ്റൻസി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ ഭയങ്കര പാടാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ എല്ലാ ലൈഫിലുള്ള എല്ലാ അപ്സും ഡൗൺസും അല്ലെങ്കിൽ പ്രോസും കോൺസും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് വീഡിയോസൊക്കെ ഇട്ട് പോയിക്കൊണ്ടിരുന്ന ആളല്ലേ ഞാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. എന്ത് ചെയ്യാനാ, ആ ഒരു കൺസിസ്റ്റൻസി പോയി. അതിനി തിരിച്ച് കെട്ടിക്കൊണ്ട് വരണം എന്ന് വിചാരിക്കുന്നു ഞാൻ. നിങ്ങളുടെ സപ്പോർട്ടും എൻ്റെ കൂടെ വേണം. കമൻസൊക്കെ ഇട്ട് എൻ്റെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ പറയണം. ചുമ്മാ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ കൂടെ കൂടണം. അപ്പോഴല്ലേ നമുക്കൊരു ഒരു പവർ ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അതിനെ നമ്മൾ ആ ഒരു രീതിയിലാണ് അഭിമുഖീകരിക്കുക. ചിലപ്പോൾ ആദ്യം നമ്മളൊന്ന് അന്താളിച്ച് പോകും, നമ്മളൊന്ന് സ്റ്റക്കായി പോകും. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മളൊരു ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. അങ്ങനെ അതുകൊണ്ടിപ്പോൾ അമ്മച്ചിമാർക്കൊക്കെ ഭയങ്കര കാര്യമാണ്. അമ്മച്ചിമാർക്ക് ഈ കാഴ്ചയില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു സങ്കടമായിരുന്നേ. കാഴ്ചയില്ലാത്ത കുട്ടി എങ്ങനെ ഡീൽ ചെയ്യുന്നറിയില്ല, കാര്യങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കുന്ന അറിയത്തില്ല. ഇപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തതുകൊണ്ട് ഇപ്പോൾ അവർക്കൊരു ധൈര്യമുണ്ട്, ഒറ്റയ്ക്കായാലും ചെയ്തോളും, ഒറ്റയ്ക്കായാലും ചെയ്യും എന്ന്. അങ്ങനെ അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് എൻ്റെ ഒരു ജേണി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. ഇന്നിവിടെ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെനിക്ക് ജിമ്മിൽ പോകാൻ വേണ്ടി ട്രാക്ക് സൂട്ടും ബനീനൊക്കെ മേടിച്ചു തന്നു. സിൻഡോ ചേട്ടനും ചേച്ചിയാണ്, സിന്ധി ചേച്ചി. പിന്നെ ജിമ്മിലിടാൻ വേണ്ടി ഗ്ലൗസ് മേടിച്ചു തന്നു. അതൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം.